വൺ പീസിൽ ഒരുപക്ഷെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പവർ ലെവലാണ് ഗിയേഴ്സ് എന്നത്. ഡെവിൾ ഫ്രൂട്ടിന്റെയും ഹാക്കിയുടെയും ഒരു കമ്പൈൻ എനർജി ഇതിൽ പ്രവർത്തിക്കുന്നതിനാൽ ലൂഫിക്ക് തന്റെ റബ്ബർ ബോഡിയെ ഹാർഡനിങ് ചെയ്യാനും സ്റ്റാമിന, ഫിസിക്കൽ സ്ട്രെങ്ത്, അതുപോലെ സ്പീഡ് തുടങ്ങിയവ വളരെയധികം ഹൈയിലേക്ക് എത്തിക്കാനും അവനെ കൊണ്ട് സാധിക്കും. എന്നാൽ ഏറെ റിസ്ക് ഉള്ള ഈ ഒരു പവർ അപ്പ് എന്തിനവൻ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. അത് അവനെ സ്നേഹിക്കുന്ന ഏവരെയും അവനെ കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ്. വാട്ടർ 7, എനീസ് ലോബി തുടങ്ങിയ ആർക്കിലൂടെയാണ് ഈ ഗിയേഴ്സ് എന്ന എനർജിയുടെ തുടക്കം. വാട്ടർ 7 എന്ന ആർക്കിലൂടെ നീക്കോ റോബിൻ CP9 ഉദ്യോഗസ്ഥരുടെ വലയിൽ കുരുങ്ങുന്നതിലൂടെ അവളെ രക്ഷിക്കുവാനാണ് സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് എനീസ് ലോബിയിൽ എത്തുന്നത്. ലൂഫി, സൊറോ, സാഞ്ചി തുടങ്ങിയ എല്ലാ സ്ട്രോ ഹാറ്റ്സിന്റെയും പുതിയ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്തതും ഈ ഒരു ആർക്കിലൂടെയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ടൈം സ്കിപ്പിന് മുമ്പ് വരെ വളരെ അലക്ഷ്യമായിട്ടാണ് അവൻ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഗിയേഴ്സിൻ്റെ ആക്ടിവേഷനിലൂടെ തൻ്റെ ലൈഫ് സ്പാൻ കുറയ്ക്കുമെന്നുള്ള സത്യത്തെ പോലും ഗവനിക്കാതെയാണ് പല ഫൈറ്റിനും ലൂഫി ഇറങ്ങി പുറപ്പെട്ടത്. എനീസ് ലോബിക്ക് മുമ്പ് വരെയും ഗിയർ 1 അഥവാ ബേസ് ഫോം ആയിരുന്നു മുഖ്യമായി അവൻ യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു പവർ തൻ്റെ റബ്ബർ ബോഡിയിലെ എബിലിറ്റീസിനെ അഡ്വാൻസ് ആയിട്ടുള്ള എൻഹാൻസ്മെന്റിലേക്ക് എത്തിക്കാത്തവയാണ്. കൂടുതലായി തൻ്റെ ശരീരത്തെ സ്ട്രെച്ച് ചെയ്ത് മാക്സിമം സ്പീഡിലും മൊബിലിറ്റിയാലും പവർഫുൾ ആയിട്ടുള്ള സ്ട്രൈക്കുകൾ എതിരാളികളുടെ നേർക്ക് പ്രയോഗിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ഐക്കോണിക് അറ്റാക്ക് ആയിരുന്നു ഗം ഗം പിസ്റ്റൽ തുടങ്ങിയവ. എനീസ് ലോബിയിൽ വെച്ച് ബ്ലൂനുവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ഗിയർ 2വിന്റെ ആക്ടിവേഷൻ നടക്കുന്നത്. ഈ ഒരു ഗിയർ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്തെന്നാൽ ലൂഫിയുടെ ശരീരത്തുള്ള ബ്ലഡിന്റെ ഫ്ലോ കൈകാലുകളിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ ഓക്സിജന്റെയും ന്യൂട്രിയൻസിന്റെയും എല്ലാം അളവിലുണ്ടാകുന്ന വ്യത്യാസം അവനെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയ്ക്കും ശക്തമായ ആക്രമണങ്ങൾക്കും കാരണക്കാരനാക്കുന്നു. ഇതിലൂടെ കഠിനമായ സമ്മർദ്ദവും ചൂടും കാരണം അവന്റെ ശരീരം ഒരു പർപ്പിൾ നിറം കൈവരിക്കുകയും ഇന്റൻസ് ആയിട്ടുള്ള സ്റ്റീം ശരീരത്തിനുള്ളിൽ നിന്നും വമിക്കുകയും ഉണ്ടാകും. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ബ്ലൂണോ തുടങ്ങിയവരെ അവന് പരാജയപ്പെടുത്താനും സാധിച്ചു. മൂന്നാമത്തേതാണ് ഗിയർ 3. ഇതിന്റെ മെക്കാനിസം ഗിയർ 2വിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ലൂഫി തന്റെ തള്ളവിരൽ കടിക്കുന്നതിലൂടെ അവന്റെ അസ്ഥികളിലേക്ക് നേരിട്ട് വായുവിനെ കടത്തിവിടുന്നു. ഇതവന്റെ കൈകാലുകളെ ഒരു ജൈജാന്റിക് ഷേപ്പിലേക്ക് മാറ്റപ്പെടുന്നു. ടൈം സ്കിപ്പിന് മുമ്പ് വരെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിലൂടെ ലൂഫി ഒരു മിനിയൻ അഥവാ ഒരു ചെറിയ രൂപത്തിലേക്ക് ചുരുങ്ങി പോകുമായിരുന്നു. എന്നാൽ ടൈം സ്കിപ്പിന് ശേഷം അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയതോടെ അവയുടെ പാർശ്വഫലങ്ങൾ ഇല്ലാതെയായി. ഗിയർ 3യുടെ ഈ അറ്റാക്ക് വളരെയധികം സ്ലോ മോഷനിലാണെങ്കിലും അവന്റെ ജയൻ മുഷ്ടിയുടെ ശക്തി എതിരാളികൾക്ക് തങ്ങളുടെ എല്ലുകളേവതും ഡിസ്ട്രക്ട് ചെയ്യുന്നത് പോലെ അഥവാ തവിട് പൊടിയാക്കാനുള്ള ശക്തി അതിനുണ്ടാകും. അത്രത്തോളം പവർഫുൾ ആയൊരു അറ്റാക്കാണ് ഗിയർ 3യുടേത്. ഈ ഒരു അറ്റാക്കിലൂടെയാണ് റോബ് ലൂച്ചിയെ അവൻ പരാജയപ്പെടുത്തിയത്. ടൈം സ്കിപ്പിന് ശേഷം ഗിയർ 2, ഗിയർ 3 തുടങ്ങിയവയ്ക്ക് ആർമമെന്റ് ഹാക്കിയുടെ കോമ്പിനേഷനിലൂടെ നേരത്തെ പറഞ്ഞ ഇവയുടെ ഡ്രോബാക്കുകൾ എല്ലാം ലൂഫി മാസ്റ്റർ ചെയ്തിരുന്നു. നാലാമത്തേതാണ് ഗിയർ 4. 2 വർഷത്തെ ലൂഫിയുടെ ഇന്റൻസ് ട്രെയിനിങ്ങിലൂടെ തന്റെ റബ്ബർ ബോഡിയെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആർമമെന്റ് ഹാക്കിയുമായി കമ്പൈൻ ചെയ്തപ്പോൾ അവൻ കണ്ടെത്തിയ വളരെ പവർഫുൾ ആയ ഒരു ഹൈ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഗിയർ 4 എന്നത്. ഗിയർ 3യുടെ സെയിം മെത്തേഡിലൂടെ തന്റെ എൻറ്റയർ ബോഡിയെയും ആർമമെന്റ് ഹാക്കിയുടെ ഒരു കോട്ടിംഗ് ഉപയോഗിച്ച് ഹാർഡനിങ് ചെയ്യുന്നു. ഇവ പാറ പോലെ ഉറച്ച അഥവാ മസ്കുലർ ആയിട്ടുള്ള ഒരു ശരീരമായി മാറപ്പെടുന്നു. ബൗൺസ് മാൻ, ടാങ്ക് മാൻ, സ്നേക്ക് മാൻ എന്നിങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക് ഈ ഗിയർ 4ൽ മാറാൻ സാധിക്കും. 3നും ഡിഫറന്റ് ആയിട്ടുള്ള പവർ ലെവൽസുമാണ് കണക്കാക്കുന്നത്. ബൗൺസ് മാൻ എന്നാൽ ഡ്രസ്റോസ ആർക്കിൽ ഡോഫ്ലമിംഗോയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ലൂഫി ചേഞ്ച് ആകുന്നത്. ഇതൊരു ഡിഫോൾട്ട് ഫോമാണ് ഗിയർ 4ന്റെ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ജമ്പിങ്ങിലൂടെ ഒരു ഹൈ ഇലാസ്റ്റിക് മോഷൻ തന്റെ കാലുകളിൽ ഉണ്ടാക്കാനും ഇതിലൂടെ ഒരു പ്രൊപ്പൽഷൻ ക്രിയേറ്റ് ചെയ്ത് എയറിലൂടെ വേഗത്തിൽ തന്നെ മൂവ് ചെയ്യാനും അറ്റാക്കിനും ഡിഫൻസിനുമുള്ള പവർ കൂട്ടാനും സാധിക്കുന്നു. എന്നാൽ ഇതിന്റെ ഡ്രോബാക്ക് എന്നത് 8 മിനിറ്റ് ആണ്. ബ്ലഡിൽ ഉണ്ടാകുന്ന ഈ സമ്മർദ്ദം തലച്ചോറിനെ ബാധിക്കുന്നതിലൂടെയാണ് ഈ 8 നിമിഷത്തേക്ക് അവനെ കൊണ്ട് തന്റെ ശരീരത്തെ ഒരടി അനക്കുവാൻ സാധിക്കാതെയാവുന്നത് അഥവാ അവന്റെ സ്റ്റാമിന നഷ്ടപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് അറ്റാക്കുകളെ നോക്കിയാൽ കിങ് കോങ് ഗൺ. ഇതൊരു ഷോർട്ട് റേഞ്ച് പഞ്ചാണ്. രണ്ടാമത്തേതാണ് കൽവറിൻ. പഞ്ചിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒപ്പോണന്റിനെ ചേസ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ഒപ്പോണന്റിന്റെ ശരീരത്തിൽ ലോഞ്ച് ചെയ്യാനും ഇവ സഹായിക്കുന്നു. മൂന്നാമത്തേതാണ് ഓർഗൻ ഗൺ. ഇതൊരു റാപ്പിഡ് ഫയർ പോലെ പ്രവർത്തിക്കുന്നവയാണ്. മൾട്ടി ആമഡ് ഗാറ്റ്ലിംഗ് അറ്റാക്കാണ് ഇവയുടെ മെയിൻ. 4 റൈനോ സ്നൈഡർ. വളരെയധികം പവർഫുൾ ആയ ഡബിൾ കിക്ക് അറ്റാക്കാണിവ. ഇത്രയുമാണ് ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടാങ്ക് മാൻ.
ഹോൾ കേക്ക് എന്ന ഐലൻഡിൽ വെച്ച് ക്രാക്കേഴ്സിന്റെ സോൾജേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഈ ഒരു ഫോമിലേക്ക് ലൂഫി മാറുന്നത്. ഇതൊരു ഫുൾ വേർഷൻ ഫോമാണ്. മാസീവായൊരു ശരീരം കൈവരിച്ചുകൊണ്ട് തന്റെ വയറിന്റെ ഭാഗത്തെ സോഫ്റ്റും ഡ്യൂറബിളുമായൊരു ഷേപ്പിലേക്ക് മാറ്റാനും ഇതിലൂടെ ആ ഭാഗത്ത് ആർമമെന്റ് ഹാക്കി ഉപയോഗിച്ച് ഹാർഡനിങ് ചെയ്തുകൊണ്ട് എക്സ്ട്രീം ഡിഫൻസിനും കൗണ്ടർ അറ്റാക്കിനും വഴിയൊരുക്കുന്നു. ഇതൊരു ആർമർ പോലെ പ്രവർത്തിക്കുന്നതിനാൽ എനിമീസിന്റെ അറ്റാക്കുകളെ അബ്സോർബ് ചെയ്യാനും അതേ വേഗതയിൽ അബ്സോർബ് ചെയ്ത അറ്റാക്കുകളെ തിരികെ നൽകിക്കൊണ്ട് ഒപ്പോണന്റിനെ നശിപ്പിക്കാനും സാധിക്കും. ഇതൊരു സുമോ സ്റ്റൈൽ അറ്റാക്ക് പോലെ നമുക്ക് പറയാം. കനോൺ ബോൾ എന്നതാണ് ഈ ഒരു ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അറ്റാക്ക് എന്നത്. അടുത്തതാണ് സ്നേക്ക് മാൻ. ഇതേ ആർക്കിൽ വെച്ച് കട്ടാക്കുരിയുമായിട്ടുള്ള ഇന്റൻസ് ഫൈറ്റിലൂടെയാണ് സ്നേക്ക് മാനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. മറ്റു രണ്ട് ഫോമിൽ നിന്നും മസിൽസിന്റെ ഹൈപ്പോട്രോഫി ഇവയിൽ കൂടുതലാണ്. കൂടാതെ ശരീരത്തിന്റെ സൈസ് കുറയ്ക്കുന്നതിലൂടെ വേഗതയ്ക്കും പ്രവചനാതീതമായ ഒഴിഞ്ഞുമാറലിനും എനലുമായി നടന്ന ഫൈറ്റിംഗ് സ്റ്റൈൽ പോലെ വളരെയധികം ഭീകരമായി തന്നെ പോരാടാനും ഇവയെ കൊണ്ട് സാധിക്കും. സുപ്പീരിയർ ലെവലിലുള്ള ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിക്കുന്നതിനാൽ ഒപ്പോണന്റിന്റെ അറ്റാക്കിനെ ഓരോ മിനിറ്റ് അനുസരിച്ച് മനസ്സിലാക്കി അതിനെ ഡിഫെൻഡ് ചെയ്യാനും തിരിച്ച് അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നു. കൂടാതെ മറ്റു രണ്ട് ഫോമിൽ നിന്നും ആർമമെന്റ് ഹാക്കിയുടെ യൂസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അവന്റെ കൈകാലുകളെ വളരെയധികം ഹാർഡൻ ചെയ്യാനും ഇതിലൂടെ തൻ്റെ കൈകാലുകളിലെ പവേഴ്സിനെ ഒരു സ്നേക്ക് അറ്റാക്ക് പോലെ ചേഞ്ച് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള സ്നേക്ക് അറ്റാക്കുകൾ ഒന്ന് നോക്കാം. ഒന്ന്, ജെറ്റ് കാവലറി. തൻ്റെ പഞ്ചിനെ എത്ര ദൂരത്തിൽ എത്തിക്കാനും ഒപ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ മാറുന്നത് അതേ ഡയറക്ഷനിലേക്ക് ഹൈ സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ആ ഒപ്പോണന്റിന്റെ ശരീരത്തിലേക്ക് ലോഞ്ച് ചെയ്യാൻ ഇവ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ബ്ലാക്ക് മാമ്പ. ഒരു റാപ്പിഡ് ഫയർ പോലുള്ള ഒരു പഞ്ച് ബാരേജ് ആണിത്, അഥവാ മുഷ്ടികൾ കൊണ്ടുള്ള തുടർച്ചയായ ആക്രമണം. അവസാനത്തേതാണ് കിങ് കോബ്ര. ഇതൊരു മാസീവ് അറ്റാക്കാണ്. വേഗതയുടെ പാരമ്യത്തിലെത്തുന്ന ഈ ഒരു അറ്റാക്ക് ഏത് ഒപ്പോണന്റിന് മേൽക്കാണോ പ്രയോഗിക്കുന്നത് ആ ആഘാതം വളരെയധികം ക്രിട്ടിക്കൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. താങ്ങാൻ ശേഷിയില്ലാത്തൊരു ഒപ്പോണന്റ് ആണെങ്കിൽ മരണകാരണത്തിനോ അതുമല്ലെങ്കിൽ എല്ലുകൾ നുറുങ്ങി ബ്ലാക്ക് ഔട്ട് ആവാനോ ഉള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതിനാൽ ഈ ഒരു അറ്റാക്ക് വളരെയധികം അൾട്ടിമേറ്റ് ആണെന്ന് തന്നെ പറയാം. അവസാനമായി ഗിയർ 5. വാനോ ആർക്കിലൂടെ ഹീറ്റോ നോമിയുടെ അവേക്കനിങ് സംഭവിച്ചതിനാൽ ലൂഫിയുടെ ഗിയർ ട്രാൻസ്ഫോർമേഷൻ അതിന്റെ പീക്കിലേക്ക് എത്തിയിരുന്നു. വാനോയിൽ കൈഡോ വേഴ്സസ് ലൂഫിയുടെ ഇന്റൻസ് ഫൈറ്റിൽ കൈഡോയുടെ അവസാന അറ്റാക്കിലൂടെ ലൂഫി മരണത്തിന്റെ വക്കിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് നീക്കയുടെ തന്നെ എനർജിയിലൂടെ ലൂഫി തിരികെ എത്തുന്നത്. ഒരുപക്ഷെ ഗം ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ഹിറ്റോ നോമിയുടെ ഏറ്റവും പവർഫുൾ ട്രാൻസ്ഫോർമേഷനായി നീക്കയെ കരുതാം. നീക്കയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ താളം, അട്ടഹസിച്ചുള്ള ചിരി ഏവരെയും നീക്കയെ പിന്തുടരുവാനുള്ള അലയൊലി അവരുടെ മനസ്സുകളിൽ നിറയ്ക്കുന്നു. ഗിയർ 5ന്റെ പവേഴ്സിനെ പറ്റി നോക്കിയാൽ റബ്ബർ പോലുള്ള തന്റെ ശരീരത്തെ കൂടാതെ തന്റെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും അതിന്റെ ഷേപ്പിനും സൈസിനും അനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ തന്റെ ഇമാജിനേഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പീക്ക് ലെവൽ, അഥവാ അൾട്ടിമേറ്റ് റബ്ബർ ഫ്രീഡം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിന്റെ രണ്ടാമത്തെ പവറാണ് ട്യൂൺ ഫിസിക്സ് എന്നത്. ഇത് ലൂഫിയുടെ ഫൈറ്റിനെ കുറിച്ചുകൂടി ഒരു കാർട്ടൂണിഷ് സ്റ്റൈലിലേക്ക് മാറ്റപ്പെടുന്നു, ലൈക്ക് ടോം ആൻഡ് ജെറിയുടെ ഫണ്ണി ഫൈറ്റിംഗ് ഒക്കെ പോലെ. എന്നാൽ ഈ കാർട്ടൂണിഷ് ഫൈറ്റിലൂടെ ഒപ്പോണന്റിന് ഏൽക്കുന്ന ഡാമേജുകൾ ഏകദേശം 10,000 ആനകളുടെ ശക്തി ഒന്നിച്ചേൽക്കുന്നത് പോലെ ആയിരിക്കും. മൂന്നാമത്തേതാണ് ഫിസിക്കൽ ആഗ്മെന്റേഷൻ. ഒരു സ്വാൻ ടൈപ്പ് ഡെവൽ ഫ്രൂട്ട് ആയതിനാൽ മെത്തിക്കൽ സ്വാന്റെ സ്ട്രെങ്ത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. സ്ട്രെങ്ത്, സ്റ്റാമിന, സ്പീഡ്, റിക്കവറി തുടങ്ങിയവ വളരെയധികം ഹൈ ആയിരിക്കും. ഇതിലൂടെ ഫൈറ്റ് ചെയ്യാനുള്ള പവർ ഇൻക്രീസ് ആകുമെന്നും പറയപ്പെടുന്നു. നാലാമതായി ഇൻടാഞ്ചിബിൾ മാനിപ്പുലേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമാജിനേഷൻ പവറാണിവ. ഏതൊരു വസ്തുവിനെയും അഥവാ എയർ, ലൈറ്റ്നിങ്, സോയിൽ, ഈവൻ ക്ലൗഡ്സ് തുടങ്ങിയവയെല്ലാം തന്റെ കൈകൾ കൊണ്ട് തനിക്ക് ആവശ്യാനുസരണം ഏതൊരു രീതിയിലേക്കും ഗ്രാബ് ചെയ്യാനും ബെൻഡ് ചെയ്യാനുമെല്ലാം സാധിക്കും. നീക്കയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ലൂഫിയുടെ അപ്പിയറൻസിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ ഐക്കോണിക്കാണ്. വൈറ്റ് ഹെയർ, വൈറ്റ് ക്ലോത്ത്, ഫ്ലെയിമിംഗ് ഐബ്രോസ് തുടങ്ങിയവയിലൂടെ ഡ്രംസ് ഓഫ് ലിബറേഷന്റെ താളത്തോടെ ഏവരെയും ചിരിപ്പിച്ച് ഏവരെയും സംരക്ഷിച്ച് ഏവർക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന ഒരു വാരിയറാക്കി മാറ്റുന്നു. ജോയ് ബോയ് എന്ന് വിളിക്കപ്പെടുന്ന ഇതിന്റെ പ്രീവിയസ് യൂസറിന്റെ അൾട്ടിമേറ്റ് മൂവ് ആണ് ഈ ചിരി എന്നത്. ഇത് യഥാർത്ഥ സൺഗോഡായ നീക്കയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പോഴുള്ള ഈ ട്രാൻസ്ഫോർമേഷന്റെ വീക്ക്നെസ് ആണ് ഔട്ട് ഓഫ് സ്റ്റാമിന. ഇതിനുള്ള പ്രതിവിധി എന്നത് ഫുഡ് മാത്രമാണ്. ഫുഡിലൂടെ കിട്ടുന്ന എനർജിയെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് വീണ്ടും ഫൈറ്റിലേക്ക് റീ എൻട്രി നടത്താൻ ഇതിനെ കൊണ്ട് സാധിക്കുന്നു. ഇനി ഗിയർ 5ന്റെ ഈ ട്രാൻസ്ഫോർമേഷനിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമാണ്. എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.